ദൈവത്തിന് സ്തോത്രം. വചന ശുശ്രൂഷയിലേക്ക് തന്നെ നേരിട്ട് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം ഈ വർഷത്തിലെ 2-ാം മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ മാസങ്ങളെക്കുറിച്ച് 1-ാം മാസം, 2-ാം മാസം, 3-ാം മാസം, 4-ാം മാസം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ കഴിഞ്ഞ്, അതായത് 2024 ജനുവരി മാസം മുതൽ പഠിക്കുവാനായിട്ട് ആരംഭിച്ചു. എന്നാൽ പഠിച്ച വിഷയം തന്നെ സഭയിൽ ഒന്ന് അവതരിപ്പിക്കണം എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. നാം 2-ാം മാസത്തിലേക്ക് പ്രവേശിച്ചതിനാൽ 2-ാം മാസത്തെക്കുറിച്ചാണ് വളരെ സ്വല്പമായിട്ട് പിന്നീട് അവസരം കിട്ടുമ്പോൾ 1-ാം മാസവും 2-ാം മാസവും ചേർത്ത് പങ്കുവയ്ക്കാം. ആ ഭാഗത്തേക്ക് പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാരംഭമായിട്ട് 2 ദിനവൃത്താന്തം അതിൻ്റെ 29-ഉം 30-ഉം അധ്യായങ്ങളിൽ നിന്ന് ചില വാക്യങ്ങൾ നമുക്കൊന്നെടുത്ത് വായിക്കാം. അതിൽ നിന്ന് സ്വല്പ ചിന്തകൾ മാത്രം പങ്കുവയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പ്രാരംഭത്തിൽ 29-ാം അധ്യായത്തിലെ 1-ഉം 2-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹിസ്കിയാവ് 25-ാം വയസ്സിൽ വാഴ്ച തുടങ്ങി 29 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അബിയ എന്ന പേർ. അവർ സെഖര്യാവിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമാകുകയും ചെയ്തു. അവൻ തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റം തീർത്തു. മതി. ഈ ഭാഗത്താണ് നാം 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ എന്ന് ദ ഫസ്റ്റ് മന്ത് എന്നൊരു ഉച്ചാരണം നാം അവിടെ കാണുന്നത്. ഇനി 30-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ 2-ാം വാക്യം നാം വായിക്കാം. 30-ാം അധ്യായത്തിലെ 2-ാം വാക്യം. 2-ാം മാസത്തിൽ പെസഹ ആചരിക്കണമെന്ന് രാജാവും അവന്റെ പ്രഭുക്കന്മാരും യെരൂശലേമിലെ സർവ്വസഭയും നിർണയിച്ചിരിക്കുന്നു. ഈ ഭാഗത്ത് വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അല്പവും അധികവുമായിട്ടുള്ള അറിവുണ്ട്. 1-ാം മാസം കഴിഞ്ഞു. അതുകൊണ്ട് 2-ാം മാസത്തിലെ ആത്മീയ ചിന്തകൾ മാത്രമാണ് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ 2 അധ്യായങ്ങളിലും ഹിസ്കിയ രാജാവിൽ കൂടെ ദൈവം ചെയ്ത പ്രവൃത്തികളും ദൈവം ചെയ്ത ശുശ്രൂഷകളും ദൈവം ചെയ്ത പുനരുദ്ധാരണങ്ങൾ വിവരിക്കുന്ന അധ്യായങ്ങളാണ്. 29-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, അവൻ തൻ്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിസ്കിയ രാജാവിൻ്റെ പിതാവ് ദാവീദാണോ? അല്ല. ഹിസ്കിയ രാജാവിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആഹാസാണ്. ആഹാസ് ഏത് വിധത്തിലുള്ള രാജാവായിരുന്നു എന്നുള്ളത് 28-ാം അധ്യായം നാം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 28-ാം അധ്യായത്തിലെ 19 മുതൽ 27 വരയ്ക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഏത് വിധത്തിലുള്ള ക്രൂരതയും ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിന്റെ വിരോധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജാവായിരുന്നു. എന്നാൽ ഹിസ്കിയ രാജാവിന്റെ മാതാവ് എന്ന് പറയുന്ന അബിയാവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ, അല്പം കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 18-ാം അധ്യായം 2-ാം വാക്യത്തിലാണ്. നമുക്കത് വായിക്കാനായിട്ട് സമയമില്ല. ഈ 2 സ്ഥലത്ത് മാത്രമാണ് ഹിസ്കിയ രാജാവിന്റെ മാതാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാതാവിന് 2 ആൺമക്കളായിരുന്നു. ആ 2 ആൺമക്കൾക്ക് പേര് കൊടുത്തത് മസേയായും പിന്നെ ഹിസ്കിയാവും. ആ പേരുകളുടെ അർത്ഥം എന്ന് പറയുന്നത്, ഒന്ന് വർക്ക് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ പ്രവൃത്തിയും, രണ്ടാമത്തേത് സ്ട്രെങ്തൻഡ് ബൈ ദ ലോർഡ്, ദൈവത്താൽ ശക്തി പ്രാപിച്ചവൻ. ദൈവത്തിന്റെ വേല, ദൈവത്താൽ ശക്തി പ്രാപിച്ചവൻ. എന്നാൽ ആദ്യത്തെ മൂത്ത മകൻ അദ്ദേഹം മരണപ്പെട്ടു. എന്നാൽ 2-ാമത്തെ മകൻ താൻ ചെയ്തത് തൻ്റെ പിതാവ് ചെയ്ത കാര്യങ്ങളെ ആവർത്തിച്ചില്ല. പിന്നെയോ തൻ്റെ പിതാവിൻ്റെ അതായത് ദാവീദ് രാജാവിൻ്റെ വഴികളിൽ നടന്നു. അതുകൊണ്ടാണ് ഈ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, തൻ്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തുടർന്ന് നാം വായിക്കുമ്പോഴാണ് അറ്റകുറ്റങ്ങൾ തീർത്തു എന്ന് നമ്മൾ കാണുന്നത്. കാരണം ദൈവാലയത്തിലുള്ള ശുശ്രൂഷകളിൽ പലതിലും ഒരു കുറവ് വന്ന ഒരു സ്ഥിതി, കുറവ് മാത്രമല്ല ആകെ അടിത്തട്ട് സ്പർശിച്ച ഒരു സ്ഥിതിയിൽ ആയിരുന്നു. അവിടെ നിന്നാണ് ഒരു മാറ്റം അവിടെ
ഹിസ്കിയ രാജാവിൽ കൂടെ വലിയവനായ ദൈവം സാധിപ്പിച്ച് എടുക്കുന്നത്. അതാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. പെസഹ ആചരിക്കുന്നത് എന്നാണുള്ളത് ഇതേ പുസ്തകത്തിലെ തന്നെ 35-ാം അധ്യായത്തിൽ 1-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. 35-ാം അധ്യായത്തിലെ 1-ാം വാക്യം. അനന്തരം യോശിയാവ് യെരൂശലേമിൽ യഹോവയ്ക്ക് ഒരു പെസഹ ആചരിച്ചു. 1-ാം മാസം 14-ാം തീയതി പെസഹ അറുത്തു. മതി. 1-ാം മാസം 14-ാം തീയതിയാണ് ഇസ്രായേൽ മക്കൾ അവർ പെസഹ ആചരിക്കുന്ന ദിവസം. പെസഹ എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വിഷയമാണ്. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന സമയത്ത് അവർ പെസഹ ആചരിച്ചു. പിന്നീട് അവിടെ നിന്ന് ആ അടിമത്വത്തിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ മിസ്രൈം വിട്ട് ചെങ്കടൽ കടന്ന് മരുപ്രയാണത്തിൽ കൂടെ കടന്നുപോയി വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ച് പിന്നീടുള്ള എല്ലാ കാലങ്ങളിലും ആ ഓർമ്മയുടെ ശുശ്രൂഷ അവർ നിർവഹിച്ചു. അത് 1-ാം മാസം 14-ാം തീയതി. എന്നാൽ പ്രത്യേകമായൊരു സാഹചര്യത്തിലാണ് ഇവിടെ 30-ാം അധ്യായത്തിൽ നാം കാണുന്നത് 2-ാം മാസത്തിലാണ് അതിനുവേണ്ടി അവർ ഒരുങ്ങുന്നത്. 2-ാം മാസത്തിൽ അവർ ഒരുങ്ങുന്നു. എന്നാൽ ഒരുങ്ങുന്ന സമയത്ത് അത് ദൈവവചന പ്രകാരമാണ് അവർ ഒരുങ്ങുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സംഖ്യാപുസ്തകം, ഞാൻ വെറും റെഫറൻസ് പറഞ്ഞു പോവുകയാണ്. സഹോദരി സഹോദരന്മാരെല്ലാവരും തന്നെ ആ ഭാഗം സമയം ലഭിക്കുമ്പോൾ ഒന്ന് വായിക്കണം. സംഖ്യാപുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ആ വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയതുകൊണ്ട് കൊണ്ടാണ് അവർ 2-ാം മാസം പെസഹ ആചരിപ്പാൻ വേണ്ടി ഒരുങ്ങിയത് എന്ന് നാം കാണുന്നു. 30-ാം അധ്യായത്തിലെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ആ വിഷയം അതിനെ റീൻഫോഴ്സ് ചെയ്യുന്നതും നാം കാണുകയാണ്. സംഖ്യാപുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് പ്രത്യേകമായ സാഹചര്യത്തിൽ ദൈവവചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി അല്പം മാറ്റം കൊണ്ടുവന്ന് ആ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിൽ നിന്ന് നാം പഠിക്കുന്ന ആത്മിക പാഠം എന്ന് പറയുന്നത് വേർപെട്ട സഭ അല്ലെങ്കിൽ ദൈവവചന പ്രകാരമുള്ള സഭയിൽ മാനുഷികമായിട്ടുള്ള ഒരു കരങ്ങളും മാനുഷികമായിട്ടുള്ള ബുദ്ധിയും വിവേകത്തിലും വരുന്ന ഒരു ആലോചനയും അവിടെ ഉൾപ്പെട്ടിട്ടല്ല നാം ശുശ്രൂഷകൾ ചെയ്യുന്നത്. നാം പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് ഏതിലാണ്? ദൈവവചന പ്രകാരം മാത്രം. നമുക്ക് അടിസ്ഥാനമായിട്ട്, നമുക്ക് ആശ്രയിപ്പാനായിട്ട്, നമുക്ക് മാനുവലായിട്ട് ആകെ ഉള്ളത് ദൈവവചനം മാത്രം. ദൈവവചനം എന്ത് പറയും? നാം ചിലരുടെ സാക്ഷ്യങ്ങൾ ഇപ്പോൾ കേൾക്കുകയായിരുന്നു. അത് ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ആ വാക്യം ഒന്ന് കോട്ട് ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 41-42 വാക്യങ്ങൾ വായിക്കുമ്പോൾ സഭയുടെ 7 തൂണുകളെ പറയുന്ന സമയത്ത് അവിടെ പ്രത്യേകമായിട്ട് പറയുകയാണ്, വചനം കൈക്കൊണ്ടവർ, അതായത് രക്ഷിക്കപ്പെട്ടവർ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചവരാണ് അവർ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചത്. വചനം കൈക്കൊണ്ടവർ സ്നാനമേറ്റു സഭയോടുകൂടെ ചേർന്നു. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശത്തിൽ പ്രാരംഭമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയം. അത്രമാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ മറ്റൊരു വിധത്തിലുള്ള ഒരു കാര്യമല്ല അതിൽ ഉൾപ്പെടുത്തി നാം പങ്കുവെക്കുന്നത്. വചനം കൈക്കൊണ്ടവർ, മറ്റൊന്നുമല്ല. ഏതെങ്കിലും ഒരു അടയാളമോ ദർശനമോ കാര്യങ്ങളോ ഒന്നുമില്ല. തിരുവെഴുത്ത് എന്തു പറയുന്നു അത് ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ ദൈവസന്നിധിയിൽ പാപങ്ങളും അതിക്രമങ്ങളും അതിൽ മരിച്ചവനായാണ് ഞാൻ, കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇനിയും എനിക്ക് വേണ്ടി മടങ്ങി വരും എന്ന ആ സത്യം വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരാണ് അവർ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുന്നത്. സാക്ഷീകരിച്ചു കഴിഞ്ഞിട്ട് അവർ പിന്നെ പൊതുവെ അങ്ങ് മരുപ്രഹണത്തിലേക്കല്ല പോകുന്നത്. പിന്നെയോ അവർ ദൈവസഭയിലേക്ക് അവർ ചേരുകയാണ്. ദൈവവചന പ്രകാരമുള്ള സഭയുടെ ഭാഗമായി തീരുന്നു. ഞാനിത് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചത് 2-ാം മാസത്തിലെ പെസഹ ആചരിപ്പാൻ വേണ്ടി അവർ ഒരുങ്ങുമ്പോൾ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി അല്ല ആ കാര്യം ചെയ്യുന്നത്. പിന്നെയോ ദൈവവചനം,
ദൈവത്തിന് ന്യായപ്രമാണം എന്ത് പറയുന്നു അത് മനസ്സിലാക്കിയിട്ടാണ് അതിനുവേണ്ടി അവർ ഒരുങ്ങിയത്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതും എടുക്കുവാനായിട്ട് സമയമില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ യാക്കോബ് അവിടെ എഴുന്നേറ്റ് നിന്ന് പൗലോസും ബർന്നബാസും അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് മറുപടിയായിട്ട് അപ്പോസ്തലനായ യാക്കോബ് അവിടെ എഴുന്നേറ്റ് നിന്ന് പറയുന്നത് എന്താണ്? ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിഷയമാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ദൈവവചനമല്ലാതെ മറുപടിയായിട്ട് വേറെ ഒരു കാര്യവും ഇല്ല. ഈ 30-ാം അധ്യായത്തില് 2-ാം മാസത്തിൽ പെസഹ ആചരിക്കണമെന്ന് രാജാവും അവന്റെ പ്രഭുക്കന്മാരും യെരൂശലേമിലെ സർവ്വസഭയും നിർണയിച്ചിരുന്നു. അതേ അധ്യായത്തിൽ തന്നെ 6-ാം വാക്യം മുതൽ 9-ാം വാക്യം വരയ്ക്കും വായിക്കുമ്പോൾ അതും വായിച്ചു നോക്കുക, ദൈവമക്കൾക്ക് മനസ്സിലാകും. അവര് ആ വിവരണം, അതിന്റെ ആ ലെറ്റർ, അതുമായിട്ട് നോർത്തേൺ കിങ്ഡം, സദേൺ കിങ്ഡം, ആ രണ്ട് ഇസ്രായേൽ രാജ്യത്തും യഹൂദ പ്രദേശത്തും എവിടേക്കും ആ വിഷയം അറിയിപ്പാനായിട്ട് ആൾക്കാരെ വിട്ടു. അതിനുശേഷം നമ്മൾ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുകയാണ്. അതിൽ 10-ാം വാക്യം മുതൽ ഞാൻ വായിക്കട്ടെ. അങ്ങനെ ഓട്ടാളർ എഫ്രൈമിന്റെയും മനശ്ശയുടെയും ദേശത്ത് പട്ടണം തോറും സെബുലൂൻ വരെ സഞ്ചരിച്ചു. അവരോ അവരെ പരിഹസിച്ചു, നിന്ദിച്ചു കളഞ്ഞു. എങ്കിലും ആശേരിലും മനശ്ശയിലും സെബുലൂനിലും ചിലർ തങ്ങളെ തന്നെ താഴ്ത്തി യെരൂശലേമിലേക്ക് വന്നു. സുവിശേഷമായിട്ട് നാം കടന്നു പോകുമ്പോൾ പലരും നിന്ദിക്കുകയും പരിഹാസങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. ഡിനോമിനേഷൻ ചർച്ചിൽ ഉൾപ്പെട്ട് നിൽക്കുന്നത് നമ്മളെ കാണുമ്പോൾ എന്താ പറയുന്നത്? ഓ, ഇവരൊക്കെ മാർഗം കൂടിയവരാണ്, ഇല്ലേ അച്ഛൻ? യാതൊരു അടിസ്ഥാനമില്ലാത്ത എന്തൊക്കെയോ ആയിട്ട് ഇവരിങ്ങനെ പോകുന്നു. എത്രയോ നിന്ദയും പരിഹാസമാണ് വേർപെട്ട ദൈവജനം മാത്രമല്ല, പുതിയ നിയമ വിശ്വാസികളായിട്ടുള്ള കർത്താവിന്റെ വചനത്തിൽ മാത്രം ആശ്രയിച്ചായിരിക്കുന്നവര് ആ നിന്ദയും പരിഹാസവും എല്ലാം സഹിക്കുന്നുണ്ട്. എന്നാൽ അതിന് മധ്യത്തിൽ തന്നെ നാം വായിക്കുകയാണ്, ചിലര് അവര് തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി യെരൂശലേമിലേക്ക് വന്നു. യഹൂദയിലും യഹോവയുടെ വചനപ്രകാരം രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐക്യമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഐക്യമത്യത്തോടു കൂടെ യെരൂശലേമിൽ അവർ ഒരുമിച്ച് കൂടുവാൻ വേണ്ടി അവിടെ പ്രവർത്തിച്ചത് എന്താണ്? ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു. എത്രയോ വലിയൊരു സത്യമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത് ശുശ്രൂഷ നാം ചെയ്യുന്നു. എന്നാൽ ഈ കാര്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നത് ആരാണ്? ദൈവം തന്നെയാണ്. ദൈവത്തിന്റെ കൈയാണ് സകലത്തിലും പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ചിലര് നിന്ദയും പരിഹാസവുമായിട്ട് വരും, എന്നാൽ ചിലര് ദൈവസന്നിധിയിൽ തന്നെ താൻ താഴ്ത്തി വരും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവസഭയിലേക്ക് പുതിയ ആത്മാക്കൾ കടന്നു വരുമ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കുന്ന ആദ്യത്തെ സത്യം, ഈ കൂട്ടം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടമാണ്. The first thing they notice, yes, it is a group that is God exalting, that love the Lord. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവനാമത്തെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കുന്ന ഒരു കൂട്ടം. രണ്ടാമത്തേത്, അവർ തമ്മിലുള്ള സ്നേഹം. ദൈവമക്കളെ, അറിവില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ബ്രദറൻ അസംബ്ലി എന്നാണ് നമ്മുടെ സഭ ലോകമെമ്പാടും അറിയപ്പെടുന്നത്. ബ്രദറൻ എന്ന് പറയുന്നത് സാഹോദര്യ സ്നേഹമുള്ളത്. ഇത് ഒരു ഡിനോമിനേഷൻ അല്ല. വന്ന് ആ ഒരു വിധത്തിലേക്ക് ആ പേര് ആയിപ്പോയി എന്നേ ഉള്ളൂ. എന്നാൽ ലോകം നൽകിയ ഒരു പേരാണ് ഈ സാഹോദര്യ സഭ. എന്തുകൊണ്ടാണ് ലോകം അങ്ങനെ ഒരു പേര് കൊടുത്തത്? അവർ കണ്ടത് എന്താണ്? അവർ തമ്മിലുള്ള സ്നേഹം ഒറ്റ അമ്മയുടെ മക്കളുടെ മധ്യത്തിലുള്ള സ്നേഹം പോലെയാണ്. They all belong to one father. They are fellow brethren. The love that is there is absolutely without any blemish. ഒരു വിധത്തിലുള്ള സ്വാർത്ഥതയോ ഒരു വിധത്തിലുള്ള സ്വയത്തെയോ ഉയർത്തി കാണിക്കുന്ന ഒരു ബന്ധമല്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇവരുടെ മധ്യത്തിൽ സാഹോദര്യ സ്നേഹമുണ്ട്, ഇത് സഹോദര സഭയാണ്. The love between each other. മൂന്നാമത്തേത്, ഒരു സ്ഥലസഭയിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നത് the love that they have for the lost.
നശിച്ചു പോകുന്ന ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്തവരെ കുറിച്ചുള്ള അവർക്ക് വേണ്ടിയുള്ള അവരുടെ സ്നേഹം. ദൈവം പാപത്തെ വെറുക്കുന്നു, എന്നാൽ പാപിയെ സ്നേഹിക്കുന്നു. പാപിയെ സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം. അത് കാണുമ്പോഴാണ് they get attracted. അങ്ങനെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ 1 കൊരിന്ത്യർ അതിന് 14-ാം അധ്യായം അതിന് 25-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ അവരുടെ മധ്യത്തിലേക്ക് വന്ന് അവരുടെ ഈ സ്നേഹവും വിശ്വാസവും കണ്ട് ആ വ്യക്തി വിശ്വസിക്കുന്നത് ആരിലാണ്? കർത്താവിലാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അതിനുള്ള അനുഭവം കർത്താവ് തന്നു. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ മാറ്റം അത് ഇനിയും കർത്താവിന് അറിയാത്ത പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഈ സ്വല്പ ചിന്തകൾ അതിന് ഒരു സഹായകമായി ഇരിക്കട്ടെ. ഒരു പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ മാത്രം പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ആത്മീയ ഗീതങ്ങൾ അതിൻ്റെ 669, അത് ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ ഒരു മറുപടിയായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന ആ പാട്ടിൻ്റെ വരികളാണ്. അത് നമ്മുടെ പ്രിയ ഡോക്ടർ സാംസൺ, അദ്ദേഹത്തിൻ്റെ കസിൻ കർത്താവിൻ്റെ ദാസൻ PB സൈമൺ രചിച്ച് മനോഹരമായൊരു ഗാനം. അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റാൻസായും ചരണവും പാടാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയൻ എന്നെ കരുതും വഴിയിൽ എനിക്കൊരു കുറവുമില്ല, എൻ ഭാരമെല്ലാം ദുഃഖങ്ങളെല്ലാം നന്മയ്ക്കായി തീർന്നിടുന്നു, നന്മയ്ക്കായി തീർന്നിടുന്നു. എന്തൊരു ഭാഗ്യമീത്, എന്തൊരു സ്നേഹമീത്, എന്തൊരാനന്ദമീത് എൻ രക്ഷകാ, എന്തൊരു ഭാഗ്യമീത്, എന്തൊരു സ്നേഹമീത്, എന്തൊരാനന്ദമീത് എൻ രക്ഷകാ.